ഹിബോൺ ചാക്കോ എഴുതിയ അമർ എന്ന കഥ. അമർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അമർ ആക്ഷൻ ഡ്രാമ പാർട്ട് 9. അതിന് കുടപിടിക്കുകയും വേണം, നമ്മൾ തന്നെ എല്ലാത്തിനും സമാധാനം കണ്ടെത്തുകയും വേണം. ഒന്നുകൂടി നിർത്തി അവൻ തുടർന്നു. എല്ലായ്പ്പോഴും തുല്യനീതി കാണിക്കാതിരിക്കാൻ കഴിയുന്നില്ലടോ. ഇത്രയും കൊണ്ട് അമർ തൻ്റെ ആശയങ്ങളെല്ലാം ഫലിപ്പിച്ചു നിർത്തിയപ്പോഴേക്കും അത് ഉൾക്കൊണ്ടെന്ന വിധം ഇരുവരും ഒരുമിച്ച് മറുപടി നൽകി. മനസ്സിലാകുന്നുണ്ട് സാർ. ഒരു നിമിഷം പെട്ടെന്ന് നിശബ്ദനായ ശേഷം അമർ കൂട്ടിച്ചേർത്തു. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരെയും പരമാവധി സംരക്ഷിച്ച് നിർത്താന്നേ ഉള്ളൂ. മറുപടി എന്ന വിധം പോലീസുകാരി പറഞ്ഞു. സാർ, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ബോധം തെളിഞ്ഞെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങളിന്ന് വന്നതാ. അപ്പോൾ കൂടെ പ്രവീൺ കയറി പറഞ്ഞു. ബാക്കിയുള്ളവർ പതുക്കെ വരും. പിന്നെ മോളിൽ നിന്ന് ആരെയും പ്രതീക്ഷിക്കേണ്ട എന്നറിയാമല്ലോ. മറുപടി എന്ന വിധം ഒന്ന് മന്ദഹസിച്ചു അമർ. ശേഷം ഒന്ന് നെറ്റി ചുളിച്ച് ചോദിച്ചു. സ്റ്റേഷൻ എങ്ങനെ പോകുന്നു? വെച്ചിരുന്ന തൊപ്പിയൊന്ന് ഊരിപ്പിടിച്ച് പ്രവീൺ പറഞ്ഞു. ഭരണം മുഴുവൻ മോളിൽ നിന്ന് നേരിട്ടാ സാർ. എല്ലാം കേസുകൾ ഉൾപ്പെടെ അട്ടിമറിച്ച് താറുമാറാക്കി. ഈ വാചകങ്ങൾ ശരിവെച്ചതുപോലെ യൂണിഫോമിൽ തന്നെ നിന്നിരുന്ന പോലീസുകാരി തലയാട്ടിയപ്പോഴേക്കും മറുപടിയായി ഒന്നുകൂടി അമർ മന്ദഹാസം പൂണ്ടു, ഒരു ചെറു പുച്ഛത്തോടെ. അടുത്ത നിമിഷം പെട്ടെന്നെന്ന വിധം മറ്റൊരു ഭാവത്തിൽ അമർ ചോദിച്ചു ഇരുവരോടുമായി. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? പതിവ് പോലെ എന്ന വിധത്തിൽ അർത്ഥമില്ലാത്തൊരു മന്ദഹാസം ഇരുവരും മറുപടിയായി തൂകി. സാർ, ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാ നേരത്തെ മുതൽ. അന്തരീക്ഷമാകെ മാറിയെന്ന് തോന്നിയ അടുത്ത 2-3 നിമിഷങ്ങൾക്കൊടുവിൽ പ്രവീൺ ഇങ്ങനെ മെല്ലെ ചോദിച്ചു. അതിന് മറുപടി എന്ന വിധം ഒന്ന് കണ്ണുകളടച്ച് ചെറുതായി പുഞ്ചിരിച്ച ശേഷം അമർ പറഞ്ഞു. അത് രക്ഷിക്കാനുള്ളതാടോ. രസമുള്ള അർത്ഥമുള്ള മറുപടി എന്ന വിധത്തിൽ ഇരുവരും മറുപടിക്കായി തലയാട്ടി. അപ്പോഴേക്കും മരുന്നുകളും മറ്റുമായി ഒരു നേഴ്സ് എത്തി. അത് അമർ കഴിച്ച ശേഷം പ്രവീൺ ആരാഞ്ഞു. ഡോക്ടർ എന്താ പറയുന്നത് ഇപ്പോൾ? എന്നാ? മറുപടിയായി അമറിനെ പരിഗണിച്ച് നേഴ്സ് പറഞ്ഞു പൊതുവായി. ചെറിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞല്ലോ. ഉടനെ ഡിസ്ചാർജ് ആകാൻ പറ്റും. പക്ഷേ 3 മാസം നല്ല റെസ്റ്റ് വേണം. പ്രവീൺ തലയാട്ടി ശരിവെച്ചതും നേഴ്സ് വന്ന വഴി തിരികെ പോയി. ഡിസ്ചാർജ് ആകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവിടെയൊന്ന് എത്തിച്ചാൽ മതിയടോ. ഉടനെ നെറ്റി ചുളിച്ച് പ്രവീൺ പറഞ്ഞു. സാർ, ഞങ്ങൾ സൗകര്യം ചെയ്യാം. സ്റ്റേഷനിൽ ആർക്കാണേലും സാറിൻ്റെ കാര്യത്തിൽ സമ്മതമാണ്. പോലീസുകാരിയും അതേ ഭാവത്തിൽ ഈ വാചകങ്ങൾ ശരിവെച്ചു. പോയിട്ടൊന്ന് തിരിച്ചു വരണം. തൽക്കാലം എനിക്കിവിടെ നിന്ന് മാറി നിൽക്കണം. അമറിൻ്റെ ഈ ആവശ്യത്തിന് ഭാരമുണ്ടെന്ന് കണ്ട് ഇരുവരും ഒന്നടങ്ങി നിന്നു. എന്നാൽ ഇനി നിങ്ങൾ സമയം കളയണ്ട. കുറച്ച് നിമിഷങ്ങൾ മൂവരും നിശബ്ദരായതോടെ അമർ ഇരുവരെയും നോക്കി പറഞ്ഞു. ഓക്കെ സാർ, ഞങ്ങളെന്നാൽ ചെല്ലട്ടെ. ആരെങ്കിലും ഫ്രീ ആയാൽ പറഞ്ഞുവിടാം, അല്ലെങ്കിൽ ഞങ്ങൾ വരാം. ഉടനടി വന്നു മെല്ലെ പ്രവീണിൻ്റെ മറുപടി. അത്ര വലിയ അത്യാവശ്യമൊന്നും വരാൻ വഴിയില്ല എനിക്ക്. പോലീസുകാരനായതുകൊണ്ട് ഇവിടെ ഒരു പരിഗണന ഉണ്ട് തൽക്കാലം. ചെറിയൊരു ആശ്വാസം പുറപ്പെടുവിച്ച് അമർ ഇങ്ങനെ പ്രവീണിനെ ചെറുത്തു. സാർ, ഇത്രയും ദിവസം ഞങ്ങൾ മാനേജ് ചെയ്തതല്ലേ. ഇനിയും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് എണീറ്റ് വന്നാൽ മതി ഞങ്ങൾക്ക്. ഒരു ചിരി കലർന്ന സന്തോഷത്തോടെ പ്രവീണിനെ മാനിച്ച് പോലീസുകാരി ഇങ്ങനെ പറഞ്ഞു. ചെല്ല് എന്ന സന്തോഷഭാവത്തിൽ ഇരുവരെയും അമർ മറുപടി കാണിച്ചു. പ്രവീൺ തലയിൽ തൊപ്പിവെച്ച് ഭദ്രമാക്കി അമറിനെ ഒന്ന് തൻ്റെ പതിവ് ശൈലിയിൽ നോക്കിയ ശേഷം പോലീസുകാരിയോടൊപ്പം പോകുവാനാഞ്ഞപ്പോൾ പെട്ടെന്ന് എന്ന വിധം അമർ പറഞ്ഞു. അതേ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? പുതിയൊരു ഭാവത്തിലുള്ള അമറിൻ്റെ ഈ ചോദ്യത്തിനു മുന്നിൽ നിസാരമെന്ന ഭാവത്തിൽ ഇരുവരും തിരിഞ്ഞു നിന്നപ്പോഴേക്കും അവൻ തുടർന്ന് ചോദിച്ചു. പറ്റുവാണെങ്കിൽ ജീനയോടും അമ്മയോടും ഒന്നിവിടെ വരെ വന്ന് എന്നെ കാണുവാൻ പറയുമോ? മറുപടി ഉടൻ നൽകിയത് പോലീസുകാരിയായിരുന്നു. അതിനെന്താ, ഇന്ന് തന്നെ പറഞ്ഞേക്കാം സാർ. അവൾ പ്രവീണിനെ നോക്കിയപ്പോഴേക്കും ഒരു നിമിഷം എന്ന് കാണിച്ച് അവൻ അമറിൻ്റെ അടുത്തേക്ക് വന്നു. അവൾ മുറിക്ക് പുറത്തേക്ക് നടന്നിറങ്ങി. സാർ, ഞാൻ ആരുമില്ല എന്ന് ചോദിക്കാത്തത് മനഃപൂർവ്വമാണ്. അടുത്ത വാചകത്തിനായി ബുദ്ധിമുട്ടുന്നത് കണ്ട പ്രവീണിനോട് അവൻ പറഞ്ഞ അതേ പതിഞ്ഞ ഭാവത്തിൽ തന്നെ അമർ മന്ദഹാസത്തോടെ മറുപടി നൽകി. ചോദിച്ചാലും പറയാൻ മാത്രം ഉത്തരവൊന്നുമില്ലടോ. ഒന്ന് നിർത്തി അമർ കൂട്ടിച്ചേർത്തു. എനിക്കുള്ളതെല്ലാം എൻ്റെ കൂടെ തന്നെയുണ്ട്. മറുപടി രഹിതനായി പ്രവീൺ അമറിനെ വിട്ട് മുറിക്ക് പുറത്തേക്കിറങ്ങി. അവിടെ രോഗികൾ പലവിധത്തിലും ഭാവത്തിലും കിടക്കുന്ന ഹാളിൽ ഒരിടത്ത് പോലീസുകാരി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പ്രവീൺ വരുന്നതും കാത്ത് അവരിരുവരും ഒരുമിച്ച് പരിസരം പരിഗണിക്കാത്ത വിധം പുറത്ത് തങ്ങളുടെ വാഹനം ലക്ഷ്യമാക്കി നടന്നിറങ്ങി. 3 മാസങ്ങൾ കൊഴിഞ്ഞുപോയി. ഒരു ദിവസം രാത്രി ജീനയെ ശല്യം ചെയ്ത യുവാക്കൾ അധികം വളർച്ചയില്ലാത്ത എന്നാൽ വീതിയുള്ളൊരു ആൽമരത്തിനു ചുറ്റും പരിസരത്തുമായി തങ്ങളുടെ വ്യക്തിത്വങ്ങളെക്കുറിച്ചും അതിൽ നിന്നുരുവാകുന്ന ആശയങ്ങളെക്കുറിച്ചും പരസ്പരം
ലഹരിയിൽ കുതിർന്ന് ആടിപ്പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പറ്റം പാട്ടുകളും ആട്ടവും കഴിഞ്ഞതിനിടയിലാണ് അല്പം ദൂരെ മഞ്ഞ വഴിവിളക്കിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ പോലീസ് ബൊലേറോയുടെ മുന്നിൽ ഇരുകൈകളും മുന്നിൽ മടക്കിക്കെട്ടി പാതി യൂണിഫോമിൽ കറുത്ത ഷർട്ട് ധരിച്ചതിൽ ഇരുകൈകളും മുട്ടോളം മടക്കി വെച്ച് ഇവരെ വീക്ഷിച്ച് ചാരി നിന്നുകൊണ്ടിരിക്കുന്ന അമറിനെ ജീനയെ ആദ്യമായി ശല്യം ചെയ്യുന്ന സമയം ബൈക്ക് ഓടിച്ചിരുന്നവൻ ശ്രദ്ധിക്കുന്നത്. എന്തോ നിശ്ചയിച്ചുറപ്പിച്ച വിധം ഏകനായി നിലകൊള്ളുന്ന അമറിനെ കണ്ടതോടെ ഒരു കരുതൽ പോലെ ആട്ടവും പാട്ടും പൂർണ്ണമായും ഇനിയും നിർത്തിയിട്ടില്ലായിരുന്ന മറ്റുള്ള 6 പേരിൽ നിന്നും പബ്ബിൽ വെച്ച് അമറിൻ്റെ പുറത്ത് വലിയ കത്തി കുത്തിയിറക്കിയ യുവാവിനെ അവൻ തോണ്ടി നിർത്തി വിളിച്ചു കാണിച്ചു. അമറിൻ്റെ നിൽപ്പ് കണ്ട് തൻ്റെ സുഹൃത്തിനെ മാനിക്കേണ്ടി വന്ന യുവാവും സുഹൃത്തും ഇൻസ്പെക്ടർ അമറിനെ തുറിച്ചു നോക്കി തുടങ്ങി. അമർ കെട്ടിവെച്ചിരുന്ന കൈകൾ അഴിച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് മുന്നോട്ട് നടന്നു. ഇരുവരും അമറിനെ നേരിടുവാനെന്ന വിധം മറ്റുള്ളവരുടെയും ശ്രദ്ധ വേഗത്തിൽ ആദ്യം അവരിലേക്കും പിന്നീട് അമറിലേക്കും തിരിച്ചു. രംഗത്തിന് സാക്ഷിയാകാനെന്ന വിധം വിജനതയിൽ ചിരിയോടെ അത്യാവശ്യം പുതിയൊരു വഴിവിളക്ക് ആൽമരത്തിനടുത്തായി സ്ഥിതി ചെയ്തിരുന്നു. റോയ്, നീ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ ആരെങ്കിലും ഒന്ന് വിളിക്ക്, വെറുതെ ഇരിക്കാതെ. ഇതേ സമയം പുറത്തുപോയി വന്ന വിധം തൻ്റെ വീട്ടിൽ ഹാളിലെ സോഫയിലിരുന്ന് കെണിയിലകപ്പെട്ട വിധം ഭാവം വഹിച്ചുകൊണ്ടിരുന്ന റോയ്സനോട് ഭാര്യ റീന അലറി. അല്പം മാറി സന്നിഹിതരായിരുന്ന കിച്ചണിലെ ജോലിക്കാരും മറ്റും തങ്ങളുടെ കർത്തവ്യങ്ങൾ തൽക്കാലം മറന്ന മട്ടായിരുന്നു. തൻ്റെ ഭാര്യയുടെ ഈ വാചകങ്ങൾ കേട്ടപാടെ മുഖം വെട്ടിച്ച് അവൻ തിരിച്ചലറി. ഇത്രയും നേരം എന്ത് കണക്കുകയായിരുന്നു ഞാനെന്ന് കണ്ടില്ലേ? എല്ലായിടത്തും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വിളിക്കും ഇങ്ങോട്ട്. അപ്പോഴേക്കും റോയ്സിൻ്റെ കയ്യിലിരുന്ന മൊബൈലിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കോൾ എത്തി. അവനത് എടുത്തു. സാർ, എന്തെങ്കിലും വിവരം ആർക്കെങ്കിലും കിട്ടിയോ? ഞങ്ങൾക്കാണേൽ ഒരു സമാധാനവുമില്ല. എന്തു ചെയ്യാനാ? കോൾ അറ്റൻഡ് ചെയ്തയുടൻ അവനിങ്ങനെ ചോദിച്ചു. അമർ, റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.